ഹായ് ചിൽഡ്രൻസ്, ഹൗ ആർ യു? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സാണ്. 6ാം ക്ലാസ്സിലെ ദ ബുക്ക് ഓഫ് നാച്ചോ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലുള്ള ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും പാഠങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, അത് പോയി കാണാം കേട്ടോ. അതേപോലെ നിങ്ങൾ ഒരുപാട് പേരെന്നെ നല്ല സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആദ്യം തന്നെ ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ് കേട്ടോ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ ഈ ഒരു ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലോട്ട് പോകാം. എന്താണ് നമ്മുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി? എന്താണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി? Activity 1. I am afraid. I can only tell you very little in these letters of mine. What does the expression I am afraid mean? Choose the best option from those given below in the box. എന്താ ഇവിടെ പറയുന്നത്? എനിക്ക് പേടിയാണ് അല്ലേ, എനിക്ക് ഭയമുണ്ട്. ഞാൻ എന്താ പറയുക, ഈ ലെറ്റേഴ്സിലൂടെ, എൻ്റെ കത്തുകളിലൂടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിന്നോട് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലേ. നമ്മുടെ പാഠഭാഗത്തിലുള്ള വരികളാണത്. അപ്പോൾ അതിൽ എന്താണ് അവിടെ ഐ ആം അഫ്രൈഡ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്? എന്താണ് അവിടെ നമ്മുടെ ഓതർ അല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ചൂസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഇവിടെ നമുക്ക് ബോക്സിൽ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. നെഹ്റു ഈസ് അഫ്രൈഡ് ടു ടെൽ സംതിങ്. നെഹ്റുവിന് എന്തോ കാര്യങ്ങൾ പറയാൻ പേടിയാണ്. നെഹ്റു ഫീൽസ് ദാറ്റ് ഇന്ദിര വിൽ ബി ഫ്രൈറ്റൻഡ്. നെഹ്റുവിന് പേടി എന്താണ്? ഇന്ദിര പേടിക്കുമോ എന്നുള്ളതാണ് പേടി. അതാണോ? അല്ല, ഇത് രണ്ടും അല്ല. അപ്പോൾ തേർഡ് വൺ ആയിരിക്കും, ഉറപ്പാണ് അല്ലേ. നെഹ്റു ഈസ് ഡൗട്ട്ഫുൾ വെദർ ഹിസ് ലെറ്റേഴ്സ് വിൽ നോട്ട് ബി സഫിഷ്യൻറ്റ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അല്ലേ. അതായത് പൂർണ്ണരൂപത്തിലോട്ട് നെഹ്റു ഉദ്ദേശിക്കുന്ന പൂർണ്ണരൂപം ആ കത്തുകളിൽ ആകുമോ എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ പേടി അല്ലേ. അപ്പോൾ അതാണ് തേർഡ് വണ്ണാണ് അതിൻ്റെ ആൻസർ. ആക്ടിവിറ്റി 2. നെഹ്റു ടെൽസ് ദ സ്റ്റോറി ഓഫ് എ പെബിൾ. റീഡ് ഇറ്റ്. എന്താണ് ഇവിടെ നെഹ്റു നമ്മളെ എന്താ പറയുക, ആ സ്റ്റോറിയിൽ പറയുന്ന ആ ഒരു ഭാഗമാണ് അല്ലേ. വൺസ് അപ്പോൺ എ ടൈം ലോങ് അഗോ ദ സ്റ്റോൺ വാസ് എ ബിറ്റ് ഓഫ് എ റോക്ക് വിത്ത് പ്ലെൻറ്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. Probably it rested on some mountain side. Then came the rain and washed it down to the little valley where it found a mountain stream, which pushed it on and on till it reached a little river, and the little river took it to a big river. And all the while it was rolling and rolling at the bottom of the river, its edges were worn away and its rough surface made smooth and shiny. Thus it became a pebble. The river carried it again, and it became smaller and smaller, till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach. There little children used to make castles out of sand. എന്താണ് ആ പാഠഭാഗങ്ങളിലുള്ള ഭാഗമാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ നിങ്ങൾക്കൊരു കാർഡ് വരും അല്ലേ, അപ്പോൾ അതിലും ആ ഒരു പാഠത്തിൻ്റെ ഭാഗങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പോയി കാണാത്തവർ. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇമാജിൻ ദ പെബിൾ ഈസ് ടെല്ലിങ് ഇറ്റ്സ് ഓൺ സ്റ്റോറി. ഹൗ വുഡ് ദ സ്റ്റോറി ബി? യു മേ ബിഗിൻ ലൈക്ക് ദിസ്. എന്താണ്, നിങ്ങളാണ് ഈ സ്റ്റോറി പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ സ്റ്റോറി പറയുക എന്നുള്ള വളരെ ഈസി ആയിട്ടില്ലേ. അതായത് ഇപ്പോൾ ഐ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ, ഞാൻ എന്ന് പറഞ്ഞിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ ഞാൻ ഇങ്ങോട്ട് പോയി, ഞാൻ അവിടെ എത്തി, ഇങ്ങനെയൊക്കെയല്ലേ പറയുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്? ഡയറക്റ്റ് ഞാൻ എഴുതണം. ഓക്കെ. Once upon a time, long ago, I was a bit of a rock with plenty of edges and corners. Probably I rested on some mountain side. Then came the rain, and that washed me down to the little valley where I found a mountain stream, which pushed me on and on till I reached a little river. And the little river took me to a big river. And all the while, I was rolling and rolling at the bottom of the river. My edges were worn away and my rough surface made smooth and shiny. Thus I became a pebble. Activity 3. The present world faces many threats.
It is our duty to protect nature. Imagine that your school nature club is organizing an awareness program to protect nature. Prepare a speech for the occasion. എന്താണ് നമ്മൾ വേൾഡ് ഒരുപാട് ത്രെഡ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് ഒരുപാട് പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? ഈ നാച്ചുറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ. നാച്ചുറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ജീവിക്കാൻ അല്ലേ. അപ്പോൾ നമ്മളൊരു നാച്ചുറൽ ക്ലബിൻ്റെ കീഴിൽ സ്കൂൾ നാച്ചുറൽ ക്ലബിൻ്റെ കീഴിൽ നിങ്ങളിപ്പോൾ ഒരു സ്പീച്ച് അല്ലേ, ഒരു അവയർനെസ് പ്രോഗ്രാം നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് സ്പീച്ചിന് വേണ്ടത്? ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു? ആരെയാണ് സ്പീച്ച് എന്താ പറയുക ആരെ മുന്നിലാണ് നമ്മളത് പറയുന്നത്? അവരോട് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റഡ് അല്ലേ, അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഹൂ ഈസ് ദ സാല്യൂട്ടേഷൻ? ഹൗ വിൽ യു ബിഗിൻ ദി സ്പീച്ച്? എങ്ങനെയാണ് സ്പീച്ച് ബിഗിൻ ചെയ്യേണ്ടത്? യു ക്യാൻ ബിഗിൻ യുവർ സ്പീച്ച് വിത്ത് എ കൊട്ടേഷൻ. വിച്ച് ലൈൻസ് വുഡ് യു ലൈക്ക് ടു കോട്ട്? അല്ലേ, നമുക്കൊരു എന്താ പറയുക ഒരു സ്പീച്ച് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നല്ല വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രകൃതിയെക്കുറിച്ചിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കണം. അപ്പം മലയാളത്തിലാണെങ്കിൽ ഇപ്പം ഞാൻ പറയും, ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ തുടങ്ങേണ്ടത് അല്ലേ. അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ആരുടെയെങ്കിലും കവിതയിലുള്ള കവിതകൾ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ ഒരു കഥയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡയലോഗുകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് യു വിഷ് ടു കൺവേ? സീക്വൻസ് യുവർ ഐഡിയാസ് അക്കോർഡിംഗ് ടു ദെയർ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. ഹൗ വിൽ യു കൺക്ലൂഡ് യുവർ സ്പീച്ച്? ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളൊക്കെ എന്ത് വേണം, നമ്മുടെ ആ ഒരു ഇതിൽ വേണം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഞാൻ തുടങ്ങുന്നത് നോക്കാം. ഓക്കെ, എവറി ഡേ മേ നോട്ട് ബി ഗുഡ് ബട്ട് ദർ ഈസ് സംതിങ് ഗുഡ് ഇൻ എവറി ഡേ. എന്താണ്, എല്ലാ ദിവസവും നല്ലതായിരിക്കില്ല, പക്ഷേ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതൊരു കോട്ടാണ്. ഓക്കെ, എന്നിട്ടാണ് തുടങ്ങുന്നത്. എവറി ഡേ മേ നോട്ട് ബി ഗുഡ് ബട്ട് ദർ ഈസ് സംതിങ് ഗുഡ് ഇൻ എവറി ഡേ. Respected teacher and my dear friends, pleasant good morning to all present here. Today, I am standing in front of you not only as a concerned member of Natural Club, but also as a deep lover of nature. The earth is the most precious gift for all creatures from our God. We were very much proud of the beauty and the rich heritage of our land. Many poets like William Wordsworth praised the eternal beauty of nature. But we all know that our world is facing many threats nowadays. Pollution, deforestation, garbage disposal, constructions, etc. are the main threats of the earth. For these reasons, our future generations cannot utilize our natural resources. Our greed for the ultimate pleasure is the force behind all the problems. We will surely have to face the consequences very recently. The previous flood was a warning for men. We have to practice an earth-friendly life. Then only we can create a harmonious relationship with nature. Avoid the use of plastic also. We, the young generation, should take oath to protect and love the nature. Teach others the importance of caring our land. These types of gatherings and camps are effective for the implementation of such decision. ഇതാണ് ആ ഒരു സ്പീച്ചിൻ്റെ എന്താ പറയുന്നത്, ആ ഒരു സ്പീച്ചിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? A lack of clarity could put the brakes on any journey to success. We are very thankful to all who are present
I very thankful to all who are present here. I hope that all enjoyed my words. Thank you. ഇനി അടുത്തത് എന്താണ്? എഡിറ്റിംഗ് ആണ്. After reading the story of the pebble, Harida, a student of class 6, attempted to write the story of a tree, but there are some errors in it. Help her edit the story. എന്താണ്? Once upon a time, the tree was a seed planted with a gardener. എന്താണ്? സീഡ് പ്ലാന്റഡ് വിത്ത് എ ഗാർഡനർ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? വൺസ് അപ്പോൺ എ ടൈം ദ ട്രീ വാസ് എ സീഡ് പ്ലാന്റഡ് ബൈ എ ഗാർഡനർ. ഇറ്റ് റെസ്റ്റഡ് ഓൺ ദി സോയിൽ ടിൽ ദ റെയിൻസ് കെയിം. ഇറ്റ് റെസ്റ്റഡ് ഓൺ എന്നാണോ? അല്ല, ഇൻ ദ സോയിൽ ടിൽ ദ റെയിൻസ് കെയിം. ദ സീഡ് വിഷ് ടു സീ ദ ഔട്ട്സൈഡ് വേൾഡ്. എങ്ങനെയാണ്? അല്ല, ദ സീഡ് വിഷ്ഡ് ടു സീ, അല്ലേ? അതായത് ആഗ്രഹമുണ്ട്. വിഷ്ഡ് ടു സീ ദ ഔട്ട്സൈഡ് വേൾഡ്. ഇറ്റ് പുഷ്ഡ് ഔട്ട് ആൻഡ് സ്പ്രൗട്ട് എന്നാണ്. AEIOU വവൽസ്. അതിൽ എസ് വരുന്നുണ്ടോ? ആൻ വരണം എന്നുണ്ടെങ്കിൽ AEIOU എന്ന്. അപ്പോൾ അവിടെ എന്താണ്? ഇറ്റ് പുഷ്ഡ് ഔട്ട് എ സ്പ്രൗട്ട്. ഫ്രം ഇറ്റ് 2 ടെൻഡർ ഗ്രീൻ ലീഫ് പീപ്ഡ് ഔട്ട്. ലീഫ് എന്നാണോ? 2 എന്നാണ്. അപ്പോൾ എന്താണ്? ലീഫ് എന്നാണോ? അല്ല, എന്താണ്? ലീവ്സ്, അല്ലേ? 2 tender green leaves peeped out. The cold wind touched its heart and sunlight shone. എന്താണ്? അവിടെ എന്താണ്? ടച്ച് എന്നാണ്. അതായത് ടച്ച് ചെയ്തു എന്നാ. അപ്പം എങ്ങനെയാണ്? ടച്ച്ഡ്. ഓക്കെ. ദ കൂൾ വിൻഡ് ടച്ച്ഡ് ഇറ്റ്സ് ഹാർട്ട് ആൻഡ് സൺലൈറ്റ് ഷോൺ അപ്പോൺ ഇറ്റ്. ഇറ്റ് ഗ്രീവ് ആൻഡ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്. ദ സോയിൽ ഗേവ് ഇറ്റ് ഫുഡ് ആൻഡ് വാട്ടർ. ബ്രീസ് ദ സോയിൽ എന്നാണോ? അല്ല, എന്താണ്? ബ്രീസ് ആൻഡ് ദ സോയിൽ എന്നാണ്. ഓക്കെ. ഇറ്റ് ഗ്രോ ഇൻ സ്ട്രെങ്ത് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഇറ്റ് ഗ്രോ, എന്താണ്? ഇറ്റ് ഗ്രോ എന്നാണോ? അല്ല, ഇറ്റ് ഗ്രൂ ഇൻ സ്ട്രെങ്ത് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഇറ്റ് ഗേവ് shade and people take rest under it. It gave shade and people take എന്നാണോ? അല്ല, took rest under it. എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.